ഹായ് ഫ്രണ്ട്സ്, അജു ആണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മാർക്കറ്റിൻ്റെ അകത്തെ ഇപ്പോഴത്തെ എമർജിങ് തീമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള കുറച്ച് സെക്ടേഴ്സിനെ പറ്റിയിട്ടാണ്. നമ്മൾ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാൻ നേരത്ത് നമുക്ക് എപ്പോഴും ഉള്ളൊരു ഡൗട്ടാണ് ഏതൊക്കെ സെക്ടേഴ്സിൻ്റെ അകത്തുനിന്നാണ് നമുക്ക് സ്റ്റോക്കുകൾ വേണ്ടതെന്ന്. അതിൻ്റെ പലപ്പോഴും പല ആൾക്കാരും പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാൻ നേരത്ത് അവർ പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്കിനി ഒരു IT സെക്ടറിൽ നിന്നൊരു കമ്പനിയോടെ വേണം, അല്ലെങ്കിൽ ഫാർമ സെക്ടറിൽ നിന്നൊരു കമ്പനിയോടെ വേണം. അതുകൂടെ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ പോർട്ട്ഫോളിയോ ബാലൻസ്ഡ് ആവും, എന്നാൽ മാത്രമേ എനിക്ക് ലോങ് ടൈമിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എൻ്റെ പോർട്ട്ഫോളിയോ ബെയർ മാർക്കറ്റിൻ്റെ അകത്ത് കുറച്ചിടിയത്തുള്ളൂ. അപ്പോൾ ഇന്ന സെക്ടേഴ്സിൽ നിന്ന് എനിക്ക് പൊസിഷൻസ് ഉണ്ടായിരിക്കണം എന്നൊക്കെ പല ആൾക്കാരും പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ലോങ് റണ്ണിൽ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൻ്റെ സർട്ടൻ ഫേസസിൻ്റെ അകത്ത് ചില പർട്ടിക്കുലർ സെക്ടേഴ്സ് മാത്രം പെർഫോം ചെയ്യുകയും അതിനുശേഷം നോക്കുകയാണെങ്കിൽ ആ സെക്ടേഴ്സിൻ്റെ അകത്ത് അത്ര കണ്ട് പെർഫോമൻസ് കിട്ടാതിരിക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ ട്രെൻഡിനനുസരിച്ച് നമ്മളൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ഏതൊക്കെ സെക്ടേഴ്സിൻ്റെ അകത്തുനിന്നായിരിക്കും നമുക്ക് പൊസിഷൻസ് വേണ്ടത്, ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റിയാണ് നമ്മൾ വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എനിവേ, വെൽക്കം ടു ദ വീഡിയോ. ആൻഡ് എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് നിഫ്റ്റിയുടെ ഒരു ടെക്നിക്കൽ അനാലിസിസ് നടത്തിയിട്ട് വരാം. നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇന്ന് വെറും 0.09% അപ്സൈഡ് കൂടിയിട്ടാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഇന്നലത്തെ ക്യാൻഡിൽ വെച്ച് നോക്കാൻ നേരത്ത് അതിൻ്റെ അകത്ത് തന്നെ നിൽക്കുന്ന, അല്ലെങ്കിൽ ഇന്നലത്തെ ക്യാൻഡിൻ്റെ മൊത്തം സ്പ്രെഡിൻ്റെ അകത്ത് തന്നെ നിൽക്കുന്ന ഒരു ക്യാൻഡിലാണ് ഇന്ന് നമുക്ക് ബിൽഡ് ചെയ്ത് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ നിഫ്റ്റി അതിൻ്റെ ആ ഒരു സൈഡ് വേസ് പാറ്റേണിൻ്റെ ബ്രേക്ക് ഔട്ട് ഇതുവരെ കൃത്യമായിട്ട് തന്നിട്ടില്ല. പക്ഷേ അതേസമയം സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിൻ്റെ അകത്തോട് വരാൻ നേരത്ത് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ഇന്ന് ആ ഒരു സൈഡ് വേസ് പാറ്റേണിൻ്റെ ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. അതിൻ്റെ ഓളിങ് കാര്യങ്ങളും കൂടെ അനലൈസ് ചെയ്താൽ മാത്രമേ കൃത്യമായിട്ട് അതൊരു ബ്രേക്ക് ഔട്ട് ആയിരുന്നോ ഇല്ലയോ എന്ന് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ എനിവേ ഇപ്പോൾ കണ്ടത് വെച്ചിട്ട് അതൊരു ബ്രേക്ക് ഔട്ട് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഇനി അതേസമയം നമ്മൾ ബിറ്റ് കോയിനിലോട്ട് വരാൻ നേരത്ത് ബിറ്റ് കോയിൻ അതിൻ്റെ മീഡിയം ടൈം ഡൗൺ ട്രെൻഡ് തന്നെ സ്റ്റിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. US മാർക്കറ്റിൻ്റെ അകത്തുകൊണ്ട് വരാൻ നേരത്ത് ഇന്ന് 0.09% അപ്സൈഡ് കൂടിയിട്ടാണ് US മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. US മാർക്കറ്റിൻ്റെ അകത്ത് നമ്മൾ എന്നും പറയുന്ന പോലെ തന്നെ അവിടെ ആ ഒരു ഷിഫ്റ്റിംഗ് സ്റ്റിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലാർജ് ക്യാപ് സ്റ്റോക്കുകളാണ് അവിടെ കൂടുതൽ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്മോൾ ക്യാപ് ടൈപ്പ് സ്റ്റോക്കുകളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രെങ്ത് ഉണ്ട്. സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ അപ്പായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ USൻ്റെ ട്രെൻഡ് എന്ന് പറയുന്നത് ഇപ്പോൾ അവിടുത്തെ ഹെവി വെയ്റ്റഡ് ആയിട്ടുള്ള മെഗാ ക്യാപ് സ്റ്റോക്കുകളല്ല, മറിച്ച് അവിടുത്തെ ചെറിയ സ്റ്റോക്കുകളിലാണ് ഇപ്പോൾ നമുക്ക് USൻ്റെ ഒരു അപ്സൈഡ് ട്രെൻഡ് നമുക്ക് കാണാൻ പറ്റുന്നു. ഇനി നമുക്ക് ഇന്നത്തെ കോർ ടോപ്പിക്കിലോട്ട് വരാം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുമ്പോഴത്തേക്ക് മാർക്കറ്റിൻ്റെ അകത്ത് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഞാൻ ഇങ്ങനെ ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്തോട്ടെ, അങ്ങനെ ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്തോട്ടെ, ഞാൻ ഇന്ന സെക്ടറിൻ്റെ അകത്തുനിന്ന് ഏത് സ്റ്റോക്ക് എടുക്കണം, അല്ലെങ്കിൽ ഇന്നൊരു സ്റ്റോക്ക് എടുക്കാൻ നേരത്ത് അതെനിക്ക് ഓൾറെഡി ഒരു സെക്ടറിൻ്റെ അകത്ത് എക്സ്പോഷർ ഉണ്ട്, അഗെയിൻ അതിൻ്റെ ഒരു റെപ്പറ്റീഷനായിട്ട് വരികയാണ്. ഇതുപോലെ പല കാര്യങ്ങളും ദിവസവും നമ്മൾ പോർട്ട്ഫോളിയോ ക്രിയേഷനെ പറ്റിയിട്ട് പല രീതിയിലുള്ള ഡൗട്ടുകൾ നമ്മുടെ യൂട്യൂബ് കമൻസിൻ്റെ അകത്താണെങ്കിലും ഡിസ്കോഡ് ചാനൽസിൻ്റെ അകത്താണെങ്കിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. സെക്ടേഴ്സിലോട്ട് വരാൻ നേരത്ത് കറണ്ട് മാർക്കറ്റിൻ്റെ അകത്ത് നമുക്കറിയാം, നമുക്ക് ഇവിടെ ഇനി IT സെക്ടറും അതല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിൻ്റെ അകത്തൊക്കെ പൊസിഷൻസ് ബിൽഡ് ചെയ്ത് നമുക്ക് അതിൻ്റെ അകത്തൂടെ ഒരു മൾട്ടി ബാഗർ ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്നൊക്കെ വിചാരിക്കുന്നത് വളരെ വലിയൊരു മണ്ടത്തരമായിരിക്കും. കാരണം മാർക്കറ്റിൻ്റെ അകത്ത് ഓരോ ബുൾ മാർക്കറ്റിലും ഏതൊക്കെ എമർജിങ് തീമുകളായിരിക്കും മാർക്കറ്റ് ഐഡൻറ്റിഫൈ ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ സെക്ടേഴ്സിൻ്റെ അകത്താണ് ഒരു ടെയിൽ വിൻഡ് ഉള്ളത്, ആ സെക്ടേഴ്സിൻ്റെ അകത്തായിരിക്കും ഏറ്റവും കൂടുതൽ വെൽത്ത് ക്രിയേഷൻ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ അകത്തൊക്കെ തന്നെ ഔട്ട്ലേയേഴ്സ് ഉണ്ടായിരിക്കും. നമ്മൾ ഔട്ട്ലേയേഴ്സിനെ മാറ്റി നിർത്തണം. അതായത് ഇപ്പോൾ ഫാർമ സെക്ടർ നമ്മൾ പറയുന്നു, ഫാർമ സെക്ടറിൻ്റെ അകത്ത് പല മൾട്ടിപ്പിൾ സബ് സെഗ്മെൻറ്റുകളുണ്ട്. അതിൻ്റെ അകത്തുള്ള ഈ സബ് സെഗ്മെൻറ്റുകളിൽ ചിലതൊക്കെ ബുള്ളിഷാണ്. ആ സെഗ്മെൻറ്റുകൾ ഒഴിച്ച് ബാക്കിയുള്ള സെക്ടേഴ്സിൻ്റെ അകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ 100 കമ്പനി എടുക്കാൻ നേരത്തെ അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരെണ്ണം മൾട്ടിബാഗർ ആയിട്ടുണ്ടായിരിക്കും. അതെന്ന് പറയുന്നത് അതിന് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എന്തെങ്കിലും ഓർഡേഴ്സ് കിട്ടുന്നുണ്ടോ, അതല്ലെങ്കിൽ അതിൻ്റെ ആയിട്ടുള്ള ഒരു EPS ഗ്രോത്തോ ROEക്കകത്തുള്ള ഗ്രോത്തോ എന്തെങ്കിലും പേറ്റൻറ്റ് കിട്ടിയുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഫാക്ടർ ഉണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു ഔട്ട്ലെയർ ആയിട്ട് കയറി പോകുന്ന ഒരു കമ്പനീനെ മാത്രം നോക്കിക്കൊണ്ട് നമുക്ക് ആ മൊത്തത്തിൽ സെക്ടറിനെ ഐഡൻറ്റിഫൈ ചെയ്യാം, അല്ലെങ്കിൽ എന്താ പറയുക സെക്ടറിനെ അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. നമ്മളെപ്പോഴും സെക്ടറിനെ അനലൈസ് ചെയ്യാൻ നേരത്ത് ആ സെക്ടറിൻ്റെ അകത്തുള്ള മെജോറിറ്റി കമ്പനികളും കയറി പോകുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് പൊസിഷൻ ബിൽഡ് ചെയ്യാനുള്ള ഒരു കൺവിക്ഷൻ കിട്ടത്തുള്ളൂ. അല്ലാതെ ആ ഒരു ഔട്ട്ലെയറിനെ മാത്രം നമ്മൾ തപ്പിപ്പോവുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും സക്സസ്ഫുൾ ആവാൻ പറ്റത്തില്ല. പക്ഷേ ഔട്ട്ലെയേഴ്സിനെ മാത്രം തപ്പിപ്പോകുന്ന ടൈപ്പ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസ് ഉണ്ട്. അതാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊന്നും തന്നെ ബാധകമായിട്ട് വരുന്നതല്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ടേൺ അറൗണ്ട് സ്റ്റോറീസ് ആണ് നോക്കുന്നത്, അല്ലെങ്കിൽ സ്പെഷ്യൽ സിറ്റുവേഷൻ ഇൻവെസ്റ്റിംഗ് ആണ് നോക്കുന്നത്. സ്പെഷ്യൽ സിറ്റുവേഷൻ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും കമ്പനീസ് മെർജേഴ്സ്, ഡീമെർജേഴ്സ്, അല്ലെങ്കിൽ എന്തെങ്കിലും വലിയൊരു ഡിവിഡൻറ്റ് ഇതൊക്കെ അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് പൊസിഷൻ എടുക്കുന്ന ടൈപ്പ് ആൾക്കാരൊക്കെ ആണെങ്കിൽ അവിടെ നമുക്ക് ഈ പറയുന്ന തിയറീസ് ഒന്നും തന്നെ വാലിഡ് ആയിട്ട് വരുന്നതായിരിക്കത്തില്ല. അപ്പോൾ നമുക്ക് ഇനി അധികം മുഖവരല്ലാതെ ഡയറക്റ്റ് നമ്മുടെ ടോപ്പിക്കിലോട്ട് പോകാം. ഏതൊക്കെ സെക്ടേഴ്സാണ് ഇപ്പോൾ മാർക്കറ്റിൻ്റെ അകത്ത് ബുള്ളിഷ് ആയിട്ടിരിക്കുന്നത്? ഫസ്റ്റ് എന്ന് പറയുന്നത് ഹൗസിംഗ് ഫിനാൻസ് സ്റ്റോക്കുകളാണ്. ഹൗസിംഗ് ഫിനാൻസ് സ്റ്റോക്കുകൾക്ക് നമുക്കിപ്പോൾ അറിയാം, PM ആവാസ് യോജന പോലെയുള്ള സ്കീമുകൾ കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പ്രമാണിച്ച് ഈ ഒരു സെക്ടറിൻ്റെ അകത്ത് ഓൾറെഡി ഒരു ബുള്ളിഷ് മൊമെൻ്റ് ഉണ്ട്.
പിന്നെ മാത്രമല്ല നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ടെയിൽ വിൻഡ് പോരാതെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വരാൻ പോവുകയാണ്. ഈ ഹൗസിംഗ് ഫിനാൻസ് സ്റ്റോക്കുകളിനകത്ത് നമ്മളിവിടെ മെയിൻലി സംസാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഫോർഡബിൾ ഹൗസിംഗ് ഫിനാൻസ് സ്റ്റോക്കുകളാണ്. അതായത് Tier 3 സിറ്റീസ്, Tier 2 സിറ്റീസ് പോലെയുള്ള കാര്യങ്ങളിലൊക്കെ ലോണുകൾ കാര്യങ്ങളൊക്കെ കൊടുത്ത് അവിടുത്തെ ഹൗസിങ്ങിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ടൈപ്പ് കമ്പനീസിനെയാണ് നമ്മളിവിടെ മെയിനായിട്ടും കവർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവർ ലോ ഇൻട്രസ്റ്റ് റേറ്റ് സിനാരിയോയിലായിരിക്കും കൂടുതൽ ഗ്രോ ചെയ്യാൻ പറ്റുന്നത്. കാരണം അവർക്ക് ആ സമയത്ത് കൂടുതൽ സ്പ്രെഡ് കാണിക്കാൻ പറ്റുന്നതായിരിക്കും. അതേസമയത്ത് ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആയി പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ സ്പ്രെഡ് കംപ്രസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സെഗ്മെൻ്റ് അകത്ത് നമ്മൾ പല ടൈപ്പിലുള്ള സ്റ്റോക്കുകൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, മൈക്രോ ക്യാപ്പ് ടൈപ്പിലുള്ള പല സ്റ്റോക്കുകൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ചിലതൊക്കെ ഓൾറെഡി മൾട്ടി ബാഗർ ആയിട്ടുണ്ട്. എക്സാമ്പിൾ ഐഫിൻസിക്ക് പോലെയുള്ള കമ്പനീസ് നമ്മൾ ട്വിറ്ററിൻ്റെ അകത്ത് ഷെയർ ചെയ്ത് ലെവൽ ചെയ്യുന്നു. അതോടെ നിന്ന് മൾട്ടി ബാഗർ റിട്ടേൺസ് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഇനി ചില സ്റ്റോക്കുകൾ നമ്മളിപ്പോൾ SRG ഹൗസിംഗ് പോലെയുള്ള കമ്പനീസ് നോക്കുകയാണെങ്കിൽ അത് ഓൾറെഡി തന്നെ 100% ഗെയിനിലാണ് നിൽക്കുന്നത്. വേറെ ചില സ്റ്റോക്കുകൾ ആധാർ ഹൗസിംഗ് ഫിനാൻസ്, അതല്ലെങ്കിൽ ഇന്ത്യ ഷെൽട്ടർ പോലെയുള്ള കമ്പനീസ് നോക്കുകയാണെങ്കിൽ അത് പറഞ്ഞ ലെവലിലൊക്കെ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ അതിനിയും മുന്നോട്ട് പോകാനുള്ള പൊട്ടൻഷ്യലുണ്ട്. അത് ടെക്നിക്കലി ഒരു രീതിയിലുള്ള വീക്ക്നെസ്സും കാണിക്കാതെ ആ ഒരു ബ്രേക്ക് ഔട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഹൗസിംഗ് ഫിനാൻസ് സെക്ടർ എന്ന് പറയുന്നത് കറണ്ട് മാർക്കറ്റിൻ്റെ അകത്ത് ഒരു പോർട്ട്ഫോളിയോ നമ്മൾ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒരു മസ്റ്റ് ഹാവ് സെക്ടറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒട്ടനവധി ടെയിൽ വിൻഡുകൾ നിൽക്കുന്ന ഒരു സെക്ടറായിട്ടാണ് കാണുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലോജിസ്റ്റിക്സ് ആണ്. നമ്മുടെ ഇന്ത്യക്കകത്ത് ഒരു എന്താ പറയുക, ഇന്ത്യ നെക്സ്റ്റ് ഒരു ഗ്ലോബൽ പവറായിട്ടൊക്കെ വളരാൻ പോവുകയാണ്, അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് വളരാൻ പോവുകയാണെന്നൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ അതിനെല്ലാത്തിനും ഇവിടെ ബേസിക് ആയിട്ട് വേണ്ടത് ലോജിസ്റ്റിക്സ് ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ എന്താ പറയുക, ലോജിസ്റ്റിക്സിൻ്റെ അകത്ത് ഒരു പ്ലെയർ ഇതിൻ്റെ അകത്തൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ഈ പറയുന്ന സെക്ടേഴ്സിലെല്ലാം പലതും പല ടൈം ഫ്രെയിമിൽ പ്ലേ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മളിപ്പം ഹൗസിംഗ് ഫിനാൻസിനെ പറയാൻ നേരത്ത് ഹൗസിംഗ് ഫിനാൻസ് അടുത്തൊരു 5-10 വർഷത്തേക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന സെക്ടറാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഓക്കെ, കാരണം അത് ഈ 2-3 വർഷത്തേക്ക് അത് പ്ലേ ചെയ്തതിന് ശേഷം അതിൻ്റെ ഡൗൺഫോൾ വരുമ്പോഴത്തേക്കും നമ്മൾ അതിൽ നിന്ന് ഇറങ്ങി മാറേണ്ടി വരും. കാരണം ഒന്നാമത് ഈ അഫോർഡബിൾ ഹൗസിംഗ് ഫിനാൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ SME സെഗ്മെൻറ്റ്, അഫോർഡബിൾ ഹൗസിംഗ് ഫിനാൻസ്, മൈക്രോ ഫിനാൻസ്, ഇതുപോലുള്ള സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് ഓൾറെഡി അതൊരു സൈക്ലിക്കൽ സെക്ടറാണ്. അപ്പോൾ അതിൻ്റെ സൈക്ലിക്കാലിറ്റി നേച്ചറൂടെ മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് പൊസിഷൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അതേ സമയത്ത് നമ്മൾ ലോജിസ്റ്റിക്സിൻ്റെ അകത്തോട്ട് വരാൻ നേരത്ത് ലോജിസ്റ്റിക്സിൻ്റെ അകത്ത് വരുന്ന പ്ലേയേഴ്സ് എന്ന് പറയുന്നത് 5-10 വർഷത്തേക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന കമ്പനീസാണ്. അതിൻ്റെ അകത്ത് ഇത്ര ഉണ്ട് സൈക്ലിക്കാലിറ്റി എലമെൻറ്റ് നമുക്ക് വരുന്നതായിരിക്കത്തില്ല. മാർക്കറ്റ് വേറെ മാർക്കറ്റിലോട്ട് പോവുകയാണ്, സ്റ്റോക്ക് ഇടിയുന്നത്, അത് വേറെ കാര്യം. പക്ഷേ അതിൻ്റെ ബിസിനസ്സിൻ്റെ സൈക്ലിക്കാലിറ്റി നമുക്ക് അത്ര ഉണ്ട് എഫക്റ്റ് ആയിട്ട് വരുന്നില്ല. അപ്പോൾ സെക്കൻഡ് സെക്ടർ എന്ന് പറയുന്നത് സൈക്ലിക്കൽ സെക്ടർ അല്ലാത്ത നമ്മുടെ ലോജിസ്റ്റിക്സ് സെക്ടറാണ്. അതിൻ്റെ മൂന്നാമത്തെ സെക്ടർ എന്ന് പറയുന്നത് ഡേറ്റാ സെൻറ്റേഴ്സാണ്. ഡേറ്റാ സെൻറ്റേഴ്സിനെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സ്റ്റോക്കുകൾ നമ്മൾ അതിൻ്റെ അകത്ത് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ലോജിസ്റ്റിക്സ് സെക്ടറിൻ്റെ അകത്തുനിന്ന് നമുക്കറിയാം, നമ്മുടെ എപ്പോഴും പറയുന്നത് മഹീന്ദ്ര ലോജിസ്റ്റിക്സ് ആണ് ലോങ് ടേം വേണ്ടിയിട്ട് നമ്മുടെ ഒരു എന്താ പറയുക ഇൻട്രസ്റ്റിംഗ് പ്ലെയർ ആയിട്ട് നമ്മൾ പറയുന്നത്. അതേസമയത്ത് ഡേറ്റാ സെൻറ്റേഴ്സിൻ്റെ അകത്ത് ഇഷ്ടംപോലെ സ്റ്റോക്കുകൾ നമ്മൾ സംസാരിച്ചിട്ടുള്ളതുകൊണ്ട് പർട്ടിക്കുലർ സ്റ്റോക്ക് വൈസ് നമ്മൾ പോകുന്നില്ല. എന്നിരുന്നാലും നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഡേറ്റാ സെൻറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും ഇതും നമുക്ക് വളരെ വലിയ ടൈം ഫ്രെയിമിലത്തേക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ടറായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് സൈഡിൽ നിന്ന് ഇപ്പം കുറച്ച് പുഷ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കാരണം ഇപ്പം കമ്പനീസ് നല്ല രീതിയിൽ ഗ്രോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മാർക്കറ്റിൻ്റെ അകത്തൊരു മെയിനായിട്ട് ഓർക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് പറഞ്ഞ ഹൗസിംഗ് ഫിനാൻസ് സെക്ടർ പോലെയോ ലോജിസ്റ്റിക്സ് സെക്ടർ പോലെയോ അല്ല. ഡേറ്റാ സെൻറ്റർ എന്ന് പറയുന്നത് ഒരു വളരെ ന്യൂ ആയിട്ടുള്ളൊരു തീമാണ്, വളരെ ഫ്രഷ് ആയിട്ടുള്ളൊരു തീമാണ്. ഈ ഫ്രഷ് ആയിട്ടുള്ള തീം ആയിരിക്കുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ അകത്ത് പുതിയൊരു സെക്ടർ ആയിരിക്കുമ്പോഴത്തേക്ക് മാർക്കറ്റിന് അറിയത്തില്ല അതിന് എത്രമാത്രം വാല്യുവേഷൻ കൊടുക്കണമെന്ന് അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സെക്ടറിൻ്റെ അകത്തൊരു ബുൾ റൺ നടക്കാൻ നേരത്ത് വളരെ ഫാസ്റ്റ് ആയിട്ടായിരിക്കും അതിൻ്റെ അകത്ത് PE റീറേറ്റിംഗ് നടക്കുന്നത്. ആൻഡ് ഈ PE റീറേറ്റിംഗ് എന്ന് പറയുന്നത് 100-ൻ്റെയും 200-ൻ്റെയും PEയിലോട്ട് കമ്പനീസിനെ എത്തിക്കുകയും അടുത്ത ബെയർ മാർക്കറ്റ് വരുമ്പോഴത്തേക്കും ഈ കമ്പനീസ് എല്ലാം തന്നെ ഇടിഞ്ഞിടിഞ്ഞ് നല്ല രീതിയിൽ താഴോട്ട് വരുന്നതായിരിക്കും. നമുക്ക് ഇതേ പാറ്റേൺ ലാസ്റ്റ് ബുൾ റണ്ണിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ ആപ്പിൾ ഇന്ത്യ, റൂട്ട് മൊബൈൽ, താൻല ഇതുപോലുള്ള കമ്പനീസിൻ്റെ അകത്തൊക്കെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അതേ കണക്ക് തന്നെ ചില സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ടൈപ്പ് കമ്പനീസിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇതെല്ലാം നമുക്ക് ഈ സെയിം പാറ്റേൺ കാണാൻ പറ്റുന്നു. ആ സമയത്ത് ഈ പർട്ടിക്കുലർ തീമുകൾ എന്ന് പറയുന്നത് വളരെ ന്യൂ ആയിട്ടുള്ള തീമുകളാണ്, മാർക്കറ്റിന് ഇതുവരെ ഒരു രീതിയിലും അറിഞ്ഞുകൂടാത്തൊരു തീമുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള തീമുകൾ വരാൻ നേരത്ത് മാർക്കറ്റിന് അറിയത്തില്ല അതിന് എത്ര വാല്യുവേഷൻ കൊടുത്താൽ അത് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് മാർക്കറ്റിന് അറിയത്തില്ലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ ഹയർ വാല്യുവേഷനിലോട്ട് പോവുകയും മാർക്കറ്റ് ഇടിയാൻ നേരത്ത് നല്ല രീതിയിൽ ആ സ്റ്റോക്കുകൾ കറക്റ്റ് ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള തീമുകളിൽ നമ്മൾ ആ മാർക്കറ്റിൻ്റെ ബുൾ മാർക്കറ്റ് പീക്ക് ചെയ്യാൻ നേരത്ത് നമ്മൾ എക്സിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ അവിടെ ഏതൊക്കെ തീമുകളാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഡേറ്റാ സെൻറ്റേഴ്സ് വരുന്നതായിരിക്കും. രണ്ട് ഇതിൻ്റെ അകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ തീം എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റ് നമുക്ക് ഇങ്ങനെ തന്നെ ബുൾ മാർക്കറ്റ് പീക്ക് ചെയ്യുമ്പോഴത്തേക്കും വേണമെങ്കിൽ ഇറങ്ങാൻ പറ്റുന്ന ഒരു തീമാണ്. പിന്നെ റീസൈക്ലിംഗ് നോക്കാൻ നേരത്ത് വളരെ ലോങ്ങിൽ വളരെയധികം ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു സാധനമാണെങ്കിലും മാർക്കറ്റ് പീക്ക് ചെയ്യാൻ നേരത്ത് അത്യാവശ്യം നല്ല രീതിയിൽ കറക്ഷൻ എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ആ രീതിയിലാണ് ഈ റീസൈക്ലിംഗ് തീമിൻ്റെ അകത്തുള്ള സ്റ്റോക്കുകൾ പലതും ഇപ്പോൾ ഷൂട്ടപ്പ് ചെയ്ത് കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ സ്റ്റോക്കുകളുടെയും ആ ഒരു മൊമെൻറ്റം കാണുമ്പോഴത്തേക്കും നമുക്ക് ഏറ്റവും കൂടുതൽ കയറുന്ന സ്റ്റോക്കുകളായിരിക്കും ഏറ്റവും കൂടുതൽ ഇടിയുന്നത്. ഓക്കെ, അതെപ്പോഴും നമ്മൾ മനസ്സിൽ വെച്ചേക്കാം.
പിന്നെ വരുന്നൊരു സെക്ടർ എന്ന് പറഞ്ഞാൽ ബയോളോജിക്സ് ആണ്. ഇത് ഫാർമയുടെ ഒരു സബ് സെഗ്മെൻ്റ് ആണ്. ബയോളജിക്സിനെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഈ പർട്ടിക്കുലർ സെക്ടറിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു ടെയിൽ വിൻഡ് ഉണ്ടെന്ന്, എങ്ങനെയാണ് ചൈനീസ് കമ്പനികളിൽ നിന്ന് മാറിയിട്ട് മറ്റുള്ള കമ്പനികൾ, അതായത് യൂറോപ്യൻ പ്ലേയേഴ്സും അതല്ലെങ്കിൽ ഇന്ത്യൻ പ്ലേയേഴ്സും ഒക്കെ US പോലെയുള്ള കൺട്രീസിലോട്ട് ഈ ബയോളജിക്സിൻ്റെ ഒരു സപ്ലയർ ആയിട്ട് എമർജ് ചെയ്ത് വരുന്നതിനൊക്കെ പറ്റിയിട്ട് നമ്മൾ ഓൾറെഡി വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇതിൻ്റെ അകത്ത് നമ്മൾ മെയിനായിട്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്ന കമ്പനീസ് എന്ന് പറയുന്നത് ഒന്ന് ജുബിലൻ ഫാർമോവയാണ്. രണ്ടാമതെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ജുബിലൻ ഫാർമോ മാത്രമാണ് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട കമ്പനി. രണ്ടാമതൊരു കമ്പനി ഉണ്ടായിരുന്നത് വിൻലാസ് ആണ്. അത് നമ്മൾ വളരെ നേരത്തെ തന്നെ ട്വിറ്ററിലാണ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ യൂട്യൂബിലല്ല ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ഫാർമ സെക്ടറിൻ്റെ അകത്ത് നമ്മൾ എറിസ് ലൈഫ് സയൻസ് പറയുമെങ്കിലും എറിസ് ബയോളജിക്സ് എന്ന് പറയുന്ന ഒരു തീമിൻ്റെ അകത്ത് വരുന്നൊരു പ്ലെയർ അല്ല. ഓക്കെ, അതെപ്പോഴും മനസ്സിൽ വെച്ചേക്കുക. അതല്ലാതെ തന്നെ ഒരു വളരെ ലോങ് ടൈമിൽ നമുക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു ഡൊമസ്റ്റിക് എന്താ പറയുക ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ്. ആ ഒരു പർട്ടിക്കുലർ സെഗ്മെൻറ്റിനകത്ത് അങ്ങനെ ഒരു ബുൾ റൺ നടക്കുന്നില്ലെങ്കിലും ആ പർട്ടിക്കുലർ കമ്പനിക്കകത്ത് നടക്കുന്ന ചില സ്പെഷ്യൽ കാര്യങ്ങൾ കാരണമാണ് നമ്മൾ എറിസ് ലൈഫ് സയൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് സെഗ്മെൻ്റ് ആയിട്ട് വരുന്നത് ഓട്ടോ ആൻസിലറി ആണ്. ഓട്ടോ ആൻസിലറി അറിയാം, അതൊരു സൈക്ലിക്കൽ സെക്ടറാണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് വളരെ ലോങ് ടൈമിൽ പൊസിഷൻസ് കാര്യങ്ങളൊന്നും തന്നെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതല്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സൈക്കിളിൻ്റെ അപ് ട്രെൻഡ് പൊയ്ക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഓട്ടോ ആൻസിലറി നമുക്ക് ബൈ ചെയ്യാൻ പറ്റുന്ന ലെവൽസിലാണ്. നമ്മളിവിടെ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് എൻഗെ വീൽസ്, ASK ഓട്ടോ ഇതുപോലുള്ള കമ്പനീസൊക്കെയാണ്. ആൻഡ് ഈ കമ്പനീസിൻ്റെയൊക്കെ റീസെൻ്റായിട്ട് വന്നേക്കുന്ന റിസൾട്ടുകൾ നോക്കുക, ASK ഒക്കെ വളരെ നല്ല റിസൾട്ടുകളാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സൈക്ലിക്കലിറ്റി എലമെൻറ്റ് നിൽക്കുന്ന കമ്പനീസ് ഈ പർട്ടിക്കുലർ ടൈം ഫ്രീഡ് മാത്രമേ നല്ല രീതിയിലുള്ള ഏണിങ്സ് കൊണ്ടുവരത്തുള്ളൂ. അതിനുശേഷം ഇവരുടെ ഏണിങ്സ് മോശമാകുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഇതേ കണക്കിന് സൈക്ലിക്കാലിറ്റി എലമെൻറ്റുള്ള അടുത്ത സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് ഫെർട്ടിലൈസേഴ്സാണ്. ഇപ്പം നമ്മൾ ഗവൺമെൻറ് സൈഡിൽ നിന്ന് ഫെർട്ടിലൈസേഴ്സിന് നല്ല പുഷ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സെക്ടർ നിയർ ടൈമിൽ ഗ്രോ ചെയ്യും. പക്ഷേ ലോങ് ടൈമിൽ നമ്മൾ നോക്കാൻ നേരത്ത് ഈ ഒരു പുഷ് കാര്യങ്ങളൊക്കെ ലോങ് ടൈമിൽ എന്നും ഇത് ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ ഇടിഞ്ഞ് താഴോട്ട് വരുന്നതായിരിക്കും. ഇതൊരു സൈക്ലിക്കാലിറ്റി എലമെൻ്റ് ഉള്ള ഒരു കമ്പനിയാണ്, മീൻസ് ഒരു സെക്ടറാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ കമ്പനീസ് എടുക്കാൻ നേരത്ത് അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ പൊസിഷൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർക്കുക. ഇവിടെ നമ്മൾ മെയിനായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്ന കമ്പനി എന്ന് പറയുന്നത് ധർമ്മജ് ക്രോപ്പ് ഗാർഡ്, അതേ കണക്ക് തന്നെ പരതി ഫോസ്ഫേറ്റ്സ് ഇതുപോലുള്ള കമ്പനീസൊക്കെയാണ്. ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞ കമ്പനീസ് ധർമ്മജൊക്കെ വളരെ ലോവർ ലെവലിലാണ് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് ഒരുപാടധികം റിട്ടേൺസ് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇനിയും അതിൻ്റെ അകത്ത് റിട്ടേൺസിനുള്ള പൊട്ടൻഷ്യലുണ്ട്. അതേ കണക്കിന് പരദീസ് ഫോസ്ഫേറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഇന്നും എനിക്ക് തോന്നുന്നു 10% മേലെന്തോ അപ്പായിരുന്നൊരു സ്റ്റോക്കാണ്. അപ്പോൾ ഇതേ കണക്കുള്ള നമുക്ക് ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ഒരു സെക്ടറിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു കമ്പനി എടുക്കാതെ എന്തെങ്കിലുമൊക്കെ അഡീഷണൽ കാര്യങ്ങളോട് നമുക്ക് അതിൽ കിട്ടുന്ന ടൈപ്പ് കമ്പനീസ് എടുക്കുക. അഡീഷണൽ കാര്യങ്ങളൊന്നും ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ റീസെൻ്റിലായിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് കപ്പാസിറ്റി അഡീഷൻസ് നടന്നത്, അതിൻ്റെ അകത്ത് പ്രൊമോട്ടർ ഹോൾഡിംഗ് ഇൻക്രീസ് ആയിട്ടുള്ളത്, നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് കുറഞ്ഞിട്ടുള്ളത്, FII ബൈയിങ്, DII ബൈയിങ്, അതല്ലെങ്കിൽ കമ്പനിയുടെ ഏതെങ്കിലും ഒരു പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു അഡീഷണൽ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ ആ സെക്ടറിൻ്റെ അകത്ത് ആ കമ്പനി കുറച്ചധികം എക്സ്ട്രാ ഗ്രോത്ത് കാണിക്കാനുള്ള ഒരു പൊട്ടൻഷ്യലുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഈ പർട്ടിക്കുലർ കമ്പനീസിലോട്ടൊക്കെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതേ കണക്ക് തന്നെ വേറൊരു സൈക്ലിക്കൽ സെക്ടർ എന്ന് പറയുന്നത് ടെക്സ്റ്റൈലാണ്. ടെക്സ്റ്റൈൽ ഹെവി സൈക്ലിക്കലാണ്. ഇതിൻ്റെ അകത്തും പൊസിഷൻസ് ബിൽഡ് ചെയ്യാൻ നേരത്ത് നമ്മൾ ടെക്നിക്കൽ നോക്കിയിട്ട് പൊസിഷൻ ബിൽഡ് ചെയ്യുക. ബ്രേക്കൗട്ട് കാര്യങ്ങളൊക്കെ കിട്ടുമ്പോഴത്തേക്കും പൊസിഷൻ ബിൽഡ് ചെയ്തതിന് ശേഷം പിന്നീട് ബ്രേക്ക് ഡൗൺ വരുമ്പോഴത്തേക്കും നമ്മൾ എന്താ പറയുക സ്റ്റോക്കുകളിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലാതെ ഇതിൻ്റെ സൈക്ലിക്കാലിറ്റി എലമെൻറ്റ് എപ്പോൾ തീരും എപ്പോൾ തുടങ്ങുമെന്നൊക്കെ ഈ കമ്പനികളിലൊക്കെ പറയുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. നെക്സ്റ്റ് ഒരു സെഗ്മെൻ്റ് എന്ന് പറയുന്നത് ഫുഡ്, FMCG അതല്ലെങ്കിൽ പ്രീമിയമൈസേഷൻ പോലെയുള്ള ട്രെൻഡാണ്. ഇത് ലോങ് ട്രെൻഡാണ്. അതായത് ഇതൊരു 5-10 വർഷത്തേക്ക് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രെൻഡാണ്. പക്ഷേ എടുക്കുന്ന കമ്പനികളുടെ വാല്യൂഷൻ എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇപ്പോൾ പ്രീമിയമൈസേഷൻ ട്രെൻഡിൻ്റെ അകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈത്തോസ് അതല്ലെങ്കിൽ സുല വിന്യാഡ് ഇതുപോലെയൊക്കെയുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള കമ്പനീസ് ഉണ്ട്. ലാൻഡ്മാർക്ക് കാർസ് ഇതുപോലുള്ള കമ്പനീസ് ഉണ്ട്. പക്ഷേ ഇവരുടെ വാല്യൂഷൻ എന്ന് പറയുന്നത് ഒരുപാടധികം കൂടി പോവുകയാണെങ്കിൽ മാർക്കറ്റ് ഇടിയാൻ നേരത്തെ ഈ സ്റ്റോക്കുകൾ വളരെയധികം കറക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സ്റ്റോക്കുകൾ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ വളരെ കോഷ്യസ് ആയിട്ട് എടുക്കുക. മാർക്കറ്റ് പീക്ക് ചെയ്യുന്നതിന് മുന്നായിട്ട് തന്നെ നമ്മുടെ വാല്യൂഷൻസ് റീഅനലൈസ് ചെയ്തിട്ട് പൊസിഷൻ സൈസ് ചെയ്യണോ അതല്ലെങ്കിൽ ഫുൾ എക്സിറ്റ് ചെയ്യണോ എന്നൊക്കെ അപ്പോഴേ ഡിസിഷൻസ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പക്ഷേ ഈ പറയുന്ന പർട്ടിക്കുലർ കമ്പനീസിലും പലതും ടെക്നിക്കലി ഇപ്പം വീക്കാണ്. ഇപ്പോൾ സുല പോലെയുള്ള കമ്പനീസ് ടെക്നിക്കലി വീക്കാണ്. അത് ടെക്നിക്കലി ഫേവറബിൾ ആകുമ്പോഴത്തേക്കും പൊസിഷൻസ് ബിൽഡ് ചെയ്താൽ മതിയാകും. പക്ഷേ ഈ സെക്ടർ ഇപ്പോൾ പോസിറ്റീവാണ്. ഇനി അതേ കണക്ക് തന്നെ ഫുഡ് സെക്ടറിൻ്റെ അകത്ത് അറിയാം, നമ്മൾ ഒരുപാടധികം സ്റ്റോക്കുകൾ പറഞ്ഞിട്ടുള്ള സെക്ടറാണ് ഫുഡ് എന്ന് പറയുന്നത്. ഫുഡ് എൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ബിക്കാജി ഫുഡ്സ്, അതേ കണക്ക് തന്നെ LT ഫുഡ്സ്, പിന്നെ എനിക്ക് തോന്നുന്നു ഫ്ലെക്സ് ഫുഡ്സ് ഇതുപോലുള്ള വെക്ടേഴ്സ് ഇതുപോലുള്ള കുറേയധികം കമ്പനികൾ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ സെഗ്മെൻറ്റിനകത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ കമ്പനീസ് എല്ലാം പോസിറ്റീവായിട്ടാണ് നിൽക്കുന്നത്. ഇതെല്ലാം തന്നെ നമ്മൾ പറഞ്ഞ ലെവലിൽ നിന്ന് ഒരുപാടധികം മേലിലോട്ടും കയറി പോയിട്ടുണ്ട്. എക്സെപ്റ്റ് ഫ്ലെക്സ് ഫുഡ്സ് അതേ മേലിലോട്ട് കയറിയിട്ടില്ല. അതിൻ്റെ ബ്രേക്കൗട്ട് ഇതുവരെ ആയിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കമ്പനീസൊക്കെ തന്നെ നമ്മുടെ വാച്ച് ലിസ്റ്റ് വയ്ക്കുക. ഇതെല്ലാം തന്നെ ലോങ് ടേമിൽ പെർഫോം ചെയ്യുന്നതായിരിക്കും. കമ്പനീസിൻ്റെ വാല്യൂഷൻസ് നമ്മൾ കീനായിട്ട് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.
പിന്നെ ഇതിൻ്റെ അകത്ത് ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പർട്ടിക്കുലർ സെഗ്മെൻറ്റുകൾ നമ്മൾ ഡയറക്റ്റ് സംസാരിക്കുന്നു. ഇതല്ലാതെ ഇതിൻ്റെ അകത്ത് പ്രോക്സി പ്ലേകൾ വരുന്നതായിരിക്കും. അങ്ങനെ പ്രോക്സി ആയിട്ട് വരുന്ന സ്റ്റോക്കുകൾ നമ്മൾ മനസ്സിൽ വെച്ചേക്കാം. ഓക്കെ, ഇപ്പോൾ ഫുഡ് സെക്ടറിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കാൻ നേരത്ത് ഫുഡിൻ്റെ അകത്ത് അപ്പെക്സ് ഫ്രോസൺ പോലെയുള്ള കമ്പനീസ് വരുന്നതായിരിക്കും. ഇനി അതല്ലെങ്കിൽ ഈ ഫുഡിനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൾഡ് സ്റ്റോറേജുകൾ കൊടുക്കുന്ന കമ്പനീസ് വരുന്നതായിരിക്കും. നമ്മൾ വാട്ടർ തീം എന്ന് പറയുമ്പോഴത്തേക്കും വാട്ടർ പ്യൂരിഫിക്കേഷൻ ഡയറക്റ്റ് ചെയ്യുന്ന കമ്പനീസ് അല്ലാതെ പൈപ്പ് കൊടുക്കുന്ന കമ്പനീസ് ഉണ്ടായിരിക്കും. അങ്ങനെ പല ടൈപ്പിലുള്ള കമ്പനീസ് ഉണ്ടായിരിക്കും. ഇതൊക്കെ തന്നെ നമ്മൾ ഈ പർട്ടിക്കുലർ സെക്ടേഴ്സിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്ത് വീഡിയോസ് ഇട്ടിരുന്നപ്പോഴത്തേക്ക് നമ്മൾ കവർ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് എഗെയിൻ അതിൻ്റെ അകത്തോട്ട് പോകാത്തത്. അപ്പോൾ ഇതിൻ്റെ അകത്തെല്ലാം തന്നെ പ്രോക്സി പ്ലേകൾ ഉണ്ടായിരിക്കും. പ്രോക്സി പ്ലേകളും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു എന്താ പറയുക വെൽത്ത് ക്രിയേറ്ററായിട്ട് വരുന്നതായിരിക്കും. പിന്നെ ഇവിടെ കമ്മോഡിറ്റി സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് ആണ്. റിയൽ എസ്റ്റേറ്റ് എന്തുകൊണ്ട് പോസിറ്റീവായി വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി തന്നെ നമ്മുടെ ഇവിടുത്തെ ബാംഗ്ലൂർ പോലുള്ള സിറ്റീസിൻ്റെ അകത്ത് റിയൽ എസ്റ്റേറ്റിൻ്റെ വില കാര്യങ്ങളൊക്കെ കൂടിക്കൊണ്ടിരിപ്പുണ്ടായിരുന്നു. ഡിമാൻഡ് അവിടെ നല്ല രീതിയിൽ നടക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം പോരാഞ്ഞിട്ട് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു റിയൽ എസ്റ്റേറ്റിൻ്റെ അകത്ത് നിന്ന് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എടുത്ത് കളഞ്ഞുകൊണ്ട് തന്നെ വളരെ കാലം മുന്നേ സ്ഥലങ്ങൾ മേടിച്ച് വെച്ചേക്കുന്ന ആൾക്കാർ ഇനി സ്ഥലം വിൽക്കുക എന്ന് പറയുന്നത് വളരെയധികം കുറഞ്ഞു വരും. കാരണം അവർ വിൽക്കുകയാണെങ്കിൽ അവർക്ക് ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് വളരെയധികം കൂടുതലായിരിക്കും. അപ്പോൾ ആൾക്കാർ സ്ഥലം അധികം വിൽക്കത്തില്ല. സ്ഥലം വിൽക്കാത്തതുകൊണ്ട് തന്നെ ട്രഡീഷണലായിട്ട് ആൾക്കാർ ഹോൾഡ് ചെയ്യുന്ന അല്ലെങ്കിൽ മീൻസ് ഹെറിഡിറ്റി എന്താ പറയുക പാരമ്പര്യമായിട്ട് കിട്ടിയ സാധനങ്ങൾ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർ അവരത് വിൽക്കാതെ വച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ സ്ഥലത്തിൻ്റെ ഷോർട്ടേജ് വരുന്നതായിരിക്കും. ഷോർട്ടേജ് വരുമ്പോഴത്തേക്കും അത് ഈ പറയുന്ന നമ്മുടെ റിയൽ എസ്റ്റേറ്റിൻ്റെ അകത്ത് ഡീൽ ചെയ്യുന്ന കമ്പനീസിനെ കോർപ്പറേറ്റുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പോസിറ്റീവാണ്. അവരുടെ കയ്യിൽ വിൽക്കാൻ വേണ്ടി ഒരു സ്ഥലം ഉണ്ടായിരിക്കും. അവരത് വിൽക്കുന്നതായിരിക്കും, ഹയർ പ്രൈസിൽ വിൽക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കാൻ നേരത്ത് റിയൽ എസ്റ്റേറ്റിന് ഇത് വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ളൊരു സമയമാണ്. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് കമ്പനികളിൽ നമുക്ക് പ്രീ കൂട്ടൽ കാര്യങ്ങളൊക്കെ കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് പൊസിഷൻസ് ബിൽഡ് ചെയ്യാം. അതേ കണക്ക് തന്നെ ഗോൾഡിൽ നോക്കാൻ നേരത്തും ഗോൾഡിൻ്റെ ഈ ഒരു ടാക്സ് കസ്റ്റം ഡ്യൂട്ടി കുറച്ചെടുത്ത് കളഞ്ഞേക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ടാക്സ് ആ ഒരു കുറവ് കാരണം ആ ഒരു എനിക്ക് തോന്നുന്നു 10% 6% എന്തോ ആക്കിയാണ് കുറച്ചേക്കുന്നത്. അപ്പോൾ അത് കാരണം തന്നെ ഗോൾഡിൻ്റെ പ്രൈസിൻ്റെ അകത്തൊരു കുറവ് വരികയും ആൾക്കാർ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണത്തിൻ്റെ വില കുറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ആൾക്കാർ പോയിട്ട് സ്വർണ്ണം മേടിക്കാൻ വേണ്ടി നോക്കുകയായിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ജ്വല്ലറി കമ്പനീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള ടൈമാണ്. അപ്പോൾ അവരുടെ അകത്ത് നമുക്ക് ഓൾറെഡി പൊസിഷൻ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഹോൾഡിംഗ് കണ്ടിന്യൂ ചെയ്യാം. ഫ്രഷ് ആയിട്ട് പൊസിഷൻ ഈ ഒരു സെഗ്മെൻറ്റ് അകത്ത് എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ പ്രൈസിൻ്റെ മൂവ്മെൻറ്റിനെ പറ്റിയിട്ട് നമ്മൾ ഓൾറെഡി വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമുക്കറിയാം ഗോൾഡിൻ്റെ പ്രൈസ് ലോങ് ടേം അതിൻ്റെ ഒരു സൈക്ലിക്കാലിറ്റി എലമെൻറ്റ് പ്ലേ ചെയ്തിട്ട് അതിപ്പോൾ ഒരു അപ്സൈഡിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കമ്പനീസ് നേരത്തെ തന്നെ റണ്ണപ്പ് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ റീസെൻ്റ്ലി റണ്ണപ്പ് സ്റ്റാർട്ട് ചെയ്ത ഒരു സംഭവമല്ല, അത് ഓൾറെഡി റണ്ണപ്പ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ചധികം നാളായി. അതുകൊണ്ട് തന്നെ പല സ്റ്റോക്കുകളും എക്സ്ട്രാ ഹൈ വാല്യൂഷൻസിലോട്ട് എത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും കറൻ്റ് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർ ഹോൾഡിംഗ് കണ്ടിന്യൂ ചെയ്യുക. ഇത് നിയർ ടൈമിൽ കുറച്ചുകൂടെ പോസിറ്റിവിറ്റി ഈ പർട്ടിക്കുലർ കമ്പനീസിലോട്ട് എത്തിക്കുന്നതായിരിക്കും. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഓർക്കേണ്ട കാര്യം ഈ ടാക്സ് കാരണം നഷ്ടപ്പെട്ടു പോയ ആ ഒരു പർട്ടിക്കുലർ എന്താ പറയുക ഗോൾഡിൻ്റെ പ്രൈസ് ഉണ്ടല്ലോ അത് നഷ്ടപ്പെട്ടത് തന്നെയായിരിക്കും. അത് അതിൻ്റെ അകത്ത് തിരിച്ചു വരുന്നതായിരിക്കത്തില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം സ്വർണ്ണത്തിൻ്റെ വില 100 രൂപയാണെന്ന് വിചാരിക്കാം. 100 രൂപയ്ക്കകത്ത് നമുക്ക് 10% ടാക്സ് ഉണ്ടായിരുന്നു. 10% ടാക്സ് മാറ്റിയിട്ട് 5% ടാക്സിലോട്ട് വരികയാണെങ്കിൽ ആക്ച്വലി സ്വർണ്ണത്തിൻ്റെ വിലയിൽ ഒരു വ്യത്യാസമില്ല. പക്ഷേ നമ്മൾ കടയിൽ ചെന്ന് മേടിക്കാൻ പോകുമ്പോഴത്തേക്കും മൊത്തത്തിലുണ്ടായിരുന്ന ആ ടാക്സ് കാരണം ആ 110 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന സാധനം 105 രൂപയ്ക്ക് കിട്ടുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അവിടെ സ്വർണ്ണത്തിൻ്റെ മൊത്തത്തിലുള്ള വിലയിൽ വ്യത്യാസം വരാതെ മറിച്ച് ടാക്സ് കാരണമാണ് നമുക്ക് ഇത് വില കുറഞ്ഞതായിട്ട് തോന്നുന്നത്. പക്ഷേ സാധാരണക്കാരനായിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ സ്വർണ്ണം മേടിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും അയാൾക്ക് അയാളുടെ കയ്യിലുള്ള എമൗണ്ടിന് കൂടുതൽ സ്വർണ്ണം മേടിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ സംബന്ധിച്ചിടത്തോളം അത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഓൾറെഡി സ്വർണ്ണം മേടിച്ച് വെച്ചേക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയധികം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം അയാൾ സ്വർണ്ണത്തിൻ്റെ വില കൂടുമെന്നും പറഞ്ഞ് മേടിച്ച് വെക്കുകയും അതിൻ്റെ ഗവൺമെൻറ് ഒറ്റ ഡിസിഷൻ കാരണം അയാളുടെ കയ്യിലുള്ള സ്വർണ്ണത്തിൻ്റെ ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് എമൗണ്ട് കുറയാണ് ചെയ്തത്. അതിൻ്റെ മൂല്യത്തിൻ്റെ അകത്ത് റിഡക്ഷൻ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം ഇത് നെഗറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ മെയിനായിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചത്. എനിവേ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കമൻറ്റുകൾക്ക് കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ലായിരുന്നു, കുറച്ചധികം തിരക്കുകളുണ്ടായിരുന്നു. എനിവേ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് നിങ്ങളുടെ സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടും മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡൗട്ടുകളും ചോദിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ ഇന്ന് രാത്രിക്കകം തന്നെ മാക്സിമം ഉള്ള എല്ലാ കമൻറ്റുകൾക്കും റിപ്ലൈ തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാപ്പി ഇൻവെസ്റ്റിംഗ്, ഹാപ്പി ട്രേഡിംഗ്. ഹാവ് എ ഗുഡ് നൈറ്റ്. താങ്ക് യു.